നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോ ആണ്. അപ്പൊ നമ്മള് ക്രിസ്മസ് തീമില് ഞങ്ങളുടെ രണ്ടുപേരും കയ്യിൽ A4 ഷീറ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ക്രിസ്മസ് തീമിൽ ഞങ്ങള് ഇത് ചെയ്തെടുക്കാൻ പോവാണ്. ഇങ്ങനെ ആയാലും ചെയ്യാം, നമുക്ക് ഇങ്ങനെ ആയാലും ചെയ്യാം കേട്ടോ. അതിന് രണ്ടെണ്ണം ബുക്ക് പോലെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാനായിട്ട്. പിന്നെ അതിനുള്ള ആവശ്യമുള്ള സാധനം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സ്റ്റിക്കർ ഞങ്ങൾ ഹോം മെയ്ഡ് ആയിട്ട് ചെയ്തതാണ്. രാവിലെ മുതൽ ഞങ്ങൾ ഇത് തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങൾ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് ഈ സ്റ്റിക്കേഴ്സ് ഒക്കെ ഉണ്ടാക്കിയത്. പിന്നെ ഞങ്ങൾ പത്രത്തിൽ നിന്നൊക്കെ ഈ സാന്റാക്ലോസിനെ വെട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടാളുടെയും ആഗ്രഹമായി ഇത് വെച്ചിട്ട് അലങ്കരിക്കണം എന്നാണ്. അപ്പൊ നമ്മളിത് ഗെയിം പോലെയാണ് നമ്മൾ ഇത് നടത്തണത്. അപ്പൊ നമുക്ക് ഈ കിട്ടിയ സ്റ്റിക്കേഴ്സ് ഒക്കെ നമ്മൾ ഓരോ ഗ്രൂപ്പായിട്ട് തരം തിരിച്ചു വയ്ക്കും. ഈ ബോക്സിന്റെ അകത്ത് 1, 2 എന്ന് എഴുതിയിട്ട് 2 ലോട്ടുകൾ ഉണ്ട്. നമ്മൾ ഇതിൽ നിന്ന് ഒന്ന് എടുത്തിട്ട് 1 കിട്ടുന്ന ആളും 2 കിട്ടുന്ന ആളും നല്ല ഭംഗിയിൽ ഒട്ടിക്കും ചെയ്യാം, നമുക്ക് വരയ്ക്കും ചെയ്യാനായിട്ട് നല്ല ഭംഗിയിൽ ഇത് ചെയ്തെടുക്കാം കേട്ടോ. ഇത് ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ സ്റ്റിക്കേഴ്സാണ്. ഞങ്ങൾ വരച്ച് ഉണ്ടാക്കിയതാണ്. ഞങ്ങൾ ഇതിലൊന്നും തന്നെ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടില്ല. ഞങ്ങൾക്ക് അതുകൊണ്ട് തന്നെ നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ട് കേട്ടോ ഇത് ചെയ്യാനായിട്ട്. അപ്പൊ ഈ സ്റ്റിക്കറുകളൊക്കെ വെച്ചിട്ട് നമ്മുടെ A4 ഷീറ്റിന്റെ ഓട്ട് എടുത്തിട്ട് നല്ല വൃത്തിയാക്കണം കേട്ടോ, നല്ല കളർഫുൾ ആക്കണം. അങ്ങനെ ആക്കണ വിജയിനെ നിങ്ങളാണ് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്കും 2 പേപ്പർ വെച്ചിട്ട് തന്നിട്ടുണ്ട്. ഒരു കളർ ഷീറ്റ് തന്നിട്ടുണ്ട്, ഒരു സാധാ A4 ഷീറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 2 പേപ്പറിലായിട്ട് നമ്മുടെ ക്രിസ്മസ് തീമിൽ അറേഞ്ച് ചെയ്യാം. വേണമെങ്കിൽ കാർഡാക്കിയോ ജേണലാക്കിയോ നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മൾ ഇതിൽ അറേഞ്ച് ചെയ്യാനുള്ള സാധനങ്ങൾ 2 ഗ്രൂപ്പായിട്ട് പിരിച്ചിട്ടുണ്ട്. ഇത് ഗ്രൂപ്പ് 1, ഇത് ഗ്രൂപ്പ് 2. അപ്പൊ ഗ്രൂപ്പ് 1-ൽ നമുക്കൊരു ക്രിസ്മസ് ട്രീ ഉണ്ട്, പിന്നെ ഗിഫ്റ്റുകളുടെ സ്റ്റിക്കർ ഉണ്ട്, പിന്നെ സ്നോമാൻ ഉണ്ട്, പിന്നെ ഒരു ക്യൂട്ടായിട്ടുള്ള വാഷി ടേപ്പ് ഉണ്ട് ഒന്നാമത്തെ ഗ്രൂപ്പിൽ. രണ്ടാമത്തെ ഗ്രൂപ്പിൽ ഒരു ബെല്ലുണ്ട്, പിന്നെ ഒരു കുഞ്ഞൊരു ക്രിസ്മസ് ട്രീ ഉണ്ട്, പിന്നെ ഒരു വലിയൊരു സ്നോമാൻ ഉണ്ട്, പിന്നെ ഒരു കുഞ്ഞൊരു ഡെക്കറേഷന് വേണ്ടിയിട്ടൊരു സ്റ്റിക്കർ പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാർഡ് വെച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഇതുപോലെ ലോട്ട് 1, 2 എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഏതാണോ കിട്ടുന്നത് അപ്പോൾ ആ ഗ്രൂപ്പിലത്തെ സാധനങ്ങളാവും നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അപ്പം നമുക്ക് തുടങ്ങാം. അപ്പം നമുക്ക് ലോട്ട് എടുക്കാം. ഏത് കിട്ടിയാലും കുഴപ്പമില്ല. അപ്പൊ എനിക്ക് കിട്ടിയത് ഞാൻ പറയട്ടെ. എനിക്ക് 1 ആണ് കേട്ടോ, ഗ്രൂപ്പ് 1 ആണ് കിട്ടിയത്. എനിക്ക് കിട്ടിയത് ഗ്രൂപ്പ് 2 ആണ്. അപ്പൊ നമുക്ക് സാധനങ്ങൾ എടുത്തിട്ട് നമ്മുടെ ഇതില് എങ്ങനെയാണെന്ന് ചെയ്യാം. അപ്പൊ നമുക്ക് 1-ലുള്ള ഐറ്റംസും 2-ലുള്ള ഐറ്റംസും എടുക്കാം കേട്ടോ. ഇത് എടുത്തിട്ടും കിട്ടുന്നു. ഹൊറിസോണ്ടലായിട്ടാണ് ഡെക്കറേഷൻ ചെയ്യുന്നത്. ഞാൻ ഇങ്ങനത്തെ ബുക്ക് ടൈപ്പിലായിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ബുക്ക് പോലെയാണ് കേട്ടോ. ഞാനിവിടെ ഹൊറിസോണ്ടൽ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഒരു മഞ്ഞൊരുകിയ ആ ഒരു വിൻ്ററിൻ്റെ ക്ലൈമറ്റാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പേജിൽ നിന്ന് അതിൻ്റെ വിൻ്ററിൻ്റെ സംഭവങ്ങളൊക്കെ വെട്ടിയിട്ട് ഈ ഒരു യെല്ലോ പേജിലേക്ക് ഒട്ടിക്കാനാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. എനിക്കിത് ഇതുപോലത്തെ ഒരു സ്റ്റിക്കറാണ് കിട്ടിയത്, അതുകൊണ്ട് ഞാൻ വെട്ടിയെടുക്കുകയാണ്. ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇനിയും കുറേ സ്റ്റിക്കേഴ്സ് നമുക്കിനി ഒട്ടിക്കാനുണ്ട്. അപ്പോൾ ഇതിൽ സ്ഥലം തികയാതെ വരുമെന്ന് വെച്ചിട്ട് ഞാനിവിടെ വെട്ടിയെടുക്കുന്നുണ്ട്. മാത്രമല്ല വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ബ്യൂട്ടിഫുള്ളാവും. അപ്പൊ
അപ്പൊ ഞാൻ ഈ രണ്ടുമാണ് ഇപ്പൊ ഒട്ടിക്കുന്നത്. ഇനി ഇത് ഞാൻ അടുത്ത റൗണ്ടിലേക്ക് അടുത്ത സാധനങ്ങൾ കിട്ടുമ്പോൾ ഒട്ടിക്കാനായിട്ട് മാറ്റി വെച്ചേക്കാം കേട്ടോ. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ എൻ്റെ ഇത്രയാണ്, ഈ രണ്ടെണ്ണമാണ് കേട്ടോ ബാക്കി വന്നത്. അപ്പൊ അടുത്ത ഐറ്റംസ് എന്താണ് അതിൻ്റെ ഒപ്പം ഇത് ചേർത്ത് നമുക്ക് അടുത്ത ഈ പേജിലൊക്കെ ചെയ്യാനാണ്. എൻ്റെ ഈ ഒരു സ്റ്റിക്കറാണ് ബാക്കി വന്നിരിക്കണേ. അപ്പോൾ അടുത്ത റൗണ്ടിൽ നമ്മൾ അപ്പം കിട്ടുന്ന ഐറ്റംസിൻ്റെ ഡെക്കറേഷൻസിൻ്റെ കൂടെയാണ് ഇത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ രണ്ടാമത്തെ റൗണ്ടില് ഇത്ര സാധനങ്ങളാണ് കേട്ടോ. ഇതിൽ ഇങ്ങനത്തെ ഒരു കാർഡ് ഉണ്ട്, പിന്നെ ഒരു ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ഒരു സ്റ്റിക്കർ ഉണ്ട്, പിന്നെ ഒരു ബെല്ലുണ്ട്, പിന്നെ ഈ കണ്ണാടത്തേക്കിട്ട് പിന്നെ ഒരു കുഞ്ഞി സ്നോമാൻ ഉണ്ട്, പിന്നെ നമുക്കൊരു ട്രീയുടെ പിക്ചർ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ക്രിസ്മസിൻ്റെ ഗിഫ്റ്റ് കൊണ്ടുവരുന്ന ഒരു ഇതുണ്ട്, പിന്നെ ഗിഫ്റ്റ് ബോക്സസ് ഉണ്ട്, പിന്നെ ഒരു കുറച്ച് മീഡിയം സൈസിലുള്ള ഒരു സ്നോമാൻ ഉണ്ട്, പിന്നെ ഇങ്ങനത്തെ ലീവ്സ് ഉണ്ട്, പിന്നെ ബലൂൺസ് ഉണ്ട് കേട്ടോ. അപ്പം ഇതാണ് രണ്ടാമത്തെ റൗണ്ടിലത്തെ ഐറ്റംസ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ലോട്ട് എടുക്കാം. എന്നിട്ട് നമുക്ക് ഏത് ഗ്രൂപ്പിലത്തെ ഡെക്കറേഷൻസ് ആണ് കിട്ടുന്നത് അത് വെച്ച് നമുക്ക് നമ്മുടെ പേജ് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പം അത് ഞാനാണ് എടുക്കുന്നത്. ഏതാണോ കിട്ടുക? എനിക്ക് വണ്ണാണ്. കഴിഞ്ഞ റൗണ്ടിൽ എനിക്ക് കിട്ടിയത്. എനിക്കും കഴിഞ്ഞ റൗണ്ടില് 2 ആണ് കിട്ടിയത്. എനിക്ക് ഈ ഇതിനും കിട്ടിയിട്ട് ഈ 2 കിട്ടിയിട്ട് നല്ല ഇതാക്കണുണ്ടായിരുന്നു. കുഴപ്പമില്ല. എനിക്ക് 2 ആണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ എന്താ വണ്ണെടുക്കട്ടെ കേട്ടോ. എനിക്കപ്പോൾ ഇതിൽ 2 ഗിഫ്റ്റ് ബോക്സസ് ആയിട്ട് നന്ദേച്ചിക്കായിരുന്നു ഇതിലേക്ക് ആ ഗിഫ്റ്റ് ബോക്സസ് വേണ്ടത്. പിന്നെ എനിക്കിപ്പോൾ 2 ബെൽസാണ് കിട്ടിയിരിക്കണത്. പിന്നെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇതുപോലത്തെ ഒരു ട്രീ ആണ് കിട്ടിയിരിക്കണേ. അപ്പോൾ വിന്ററിനൊട്ട് മാച്ച് ആവില്ല, എന്നാലും നമുക്ക് പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം. എനിക്ക് ആ ക്രിസ്മസ് ആയതിൻ്റെ കൂടുതൽ നല്ല അടിപൊളി ആക്കാനുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ എല്ലാ നോട്ട്സ് കിട്ടിയത്. അപ്പം നമുക്ക് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. പകലെന്ന് പറഞ്ഞ പോലെയോ. ഫ്രണ്ട്സ്, ഞാനിവിടെ ഫ്രണ്ടിലാണ് ഗിഫ്റ്റ് ബോക്സിൻ്റെ അടുത്തൊരു സ്നോമാനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇപ്പുറത്തെ പേജിൽ ഒരു സ്നോമാനെ ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. ഈ ക്രിസ്മസ് അപ്പൂപ്പൻ ഇവിടെ വെക്കണമെന്നതിൻ്റെ കൺഫ്യൂഷൻ അല്ല കേട്ടോ. മുകളിൽ വെക്കുന്നതാവും സാന്റാക്ലോസ് കൂടുതലും ബെറ്റർ ആവാം. അപ്പം നമുക്ക് മുകളിൽ വെച്ച് നോക്കാം. ഞാൻ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് മുകളിൽ വെച്ച് ഞാനിട്ട് ഇഷ്ടപ്പെട്ടത്. അപ്പം നമുക്ക് മുകളിൽ വയ്ക്കാം. ഞാനിവിടെ ഈ ട്രീനെ 2 പീസാക്കിയിട്ടിട്ട് എനിക്ക് വിൻ്ററുമായിട്ടൊട്ട് മാച്ച് ആവാത്തതുകൊണ്ട് അപ്പോൾ ഇവിടെ ഒട്ടിച്ചിട്ടൊരു ചില്ലകൾ പോലെ ആക്കാനാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ലീവ്സിൽ നിന്ന് ഇങ്ങനെ ഈ ബെല്ല് തൂങ്ങി കിടക്കണ പോലെ ആവുമല്ലോ. അപ്പോൾ അതാണ് എൻ്റെ ഒരു പ്ലാൻ. അപ്പോൾ നമ്മൾ ഈ ഒരു മരത്തിൻ്റെ കൂടെ പുതിയ ചില്ലകളൊക്കെ വരച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊരു ഭംഗിയും ഒറിജിനാലിറ്റിയും വരുമല്ലോ. അപ്പോൾ ഞാനിവിടെ ബോൾസൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ വാഷിംഗ് ടേപ്പ് അവിടെ ഒട്ടിക്കുന്നത് കൺഫ്യൂഷനാണ്. ഞാൻ ആദ്യം എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് എവിടെയാണ് ഭംഗി തോന്നുന്നതിന് വെച്ചാൽ ഒട്ടിക്കുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. ആദ്യം നമുക്കൊരു ഇഷ്ടമുള്ള സ്ഥലത്ത് ഒട്ടിച്ചിട്ട് പിന്നെ ഭംഗി തോന്നിയില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. അപ്പോൾ നമ്മുടെ ഇത് മോശം. പിന്നെ നോക്കിയിട്ട് ഒട്ടിക്കും. ഞാൻ ഈ വാഷിംഗ് ടേപ്പിനെ 2 ആക്കി V പോലെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് നോക്കുമ്പോൾ ഒരു ഇതുണ്ടാകും. പിന്നെ എനിക്ക് കിട്ടിയ ആ ലീഫ് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ സ്നോമാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഗിഫ്റ്റ് ബോക്സും ട്രീ ഇവിടെ വെച്ചിട്ടുണ്ട്. ഉള്ളിൽ ഞാൻ അങ്ങനെ അധികമായിട്ടും ചെയ്തിട്ടില്ല കേട്ടോ. ആ ബലൂൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഗിഫ്റ്റിൻ്റെ അപ്പം വെച്ച് ഇവിടെ എവിടെ ഒട്ടിക്കുമ്പോൾ എനിക്ക് വൃത്തി തോന്നിയില്ല. ഞാൻ ഇവിടെ തന്നെ കൂട്ടത്തിൽ വെച്ചു. പിന്നെ അങ്ങോട്ട് മാച്ച് ആവണ കളേഴ്സാണ്. പിന്നെ ഞാൻ അവിടെ സ്നോമാനെയും കൊടുത്തു. സ്നോമാന് ഇങ്ങനെ സാൻഡയ്ക്ക് ഇങ്ങനെ ഗിഫ്റ്റ് ഇവിടെ വെച്ച് പോയപ്പോൾ ഇങ്ങനെ താറ്റൊക്കെ കൊടുക്കണത് ഒരു ഇതാണ് കേട്ടോ. നല്ല ഇഷ്ടമായിട്ട് ഇവിടുന്ന് അടുക്കിൽ മേരി ക്രിസ്മസ് എഴുതിയിട്ട് പിന്നെ ഇവിടെ സാധനങ്ങളൊക്കെ കിട്ടുമ്പോൾ അങ്ങനെ ഒട്ടിക്കാനുള്ള ഇതായത്. അപ്പോൾ ഇനി ഒട്ടിക്കാൻ പറ്റിയില്ല. അതായത് സ്ഥലം കുറച്ചുള്ളതെന്നുണ്ടെങ്കിൽ ബാക്കിൽ എന്തെങ്ങനെ മേരി ക്രിസ്മസ് അങ്ങനെ എഴുതണേ ഫ്രണ്ടിലൊക്കെ എഴുതോട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഡെക്കറേഷൻ പരിപാടിയിലാണ്. അപ്പോൾ എനിക്ക് 2 ബെൽസ് വന്നപ്പോൾ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ചെറിയൊരു പണി കിട്ടി. അപ്പോൾ അതുകൊണ്ട് ഞാൻ അടുത്ത റൗണ്ട് കൂടി നോക്കിയിട്ടാണ് ഞാനിത് ഒട്ടിക്കാനായിട്ട് പോകുന്നത്.
അപ്പോൾ ഞാനിവിടെ ഈ ലീവ്സും ഇതൊക്കെ വരച്ച് ഹോളിയൊക്കെ വരച്ച് ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടമായത് ഈ ബെൽസ് ഇങ്ങനെ കൊടുത്തതും പിന്നെ ഇങ്ങനത്തെ ലീവ്സ് വെച്ചതൊക്കെ എനിക്ക് ഫുള്ള് ഇഷ്ടമായിട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത റൗണ്ടിൽ പോവാം. അപ്പോൾ എൻ്റെ ഇത് ഇവിടെ വരെയാണ് ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ എനിക്ക് ഈ ഒരു ബെല്ലും ബാക്കി വന്നിട്ടുള്ളത്. അപ്പോൾ അടുത്ത റൗണ്ടിലത്തെ നോക്കിയിട്ട് ഡെക്കറേറ്റ് ഞാൻ ചെയ്യും. എനിക്കൊരു ബെല്ലിന് കൂടി ഇവിടെ ആവശ്യം വേണമായിരുന്നു കേട്ടോ. പിന്നീട് ഞാൻ ഇത്രയൊക്കെ ഫ്രണ്ട് പേജ് ഇത്ര ചെയ്തിട്ടുണ്ട്. ഉള്ളിൽ മെയിനായിട്ട് ഞാൻ ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് കിടക്കാം. അപ്പോൾ അടുത്ത റൗണ്ടിലെ ഐറ്റംസ് ഇതൊക്കെയാണ്. ഒരു ബെല്ലുണ്ട്, പിന്നെ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ഒക്കെ ചെയ്യാം കേട്ടോ. ഇത് ഗ്രൂപ്പ് 1-ലെയാണ്. പിന്നെ ലീഫ് ഉണ്ട്, പിന്നെ ഒരു ചെറിയൊരു ബോയിൻ്റെ ഒരു വാഷി ടൈപ്പ് ഉണ്ട്, പിന്നെ ചെറിയ സ്റ്റാർ ഉണ്ട്, പിന്നെ ഒരു ഇഗ്ലൂം, പിന്നെ ക്രിസ്മസ് ട്രീ ഉണ്ട്, പിന്നെ ചെറിയൊരു ഹോളി ഉണ്ട്, പിന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ക്രിസ്മസ് പപ്പ ഉണ്ട്. എല്ലാവർക്കും വേണമെന്നുള്ള ആഗ്രഹം. പിന്നെ ഇത് ഗ്രൂപ്പ് 2. ഗ്രൂപ്പ് 2 ഇതുപോലത്തെ ബോൾസ് ഉണ്ട്, സ്റ്റാർസ് ഉണ്ട്, പിന്നെ ഇതുപോലത്തെ ഒരു സ്റ്റിക്കർ ഉണ്ട്, പിന്നെ വാഷി ടൈപ്പ് ഉണ്ട്, പിന്നെ നല്ലൊരു ഇഗ്ലൂ ഉണ്ട് കേട്ടോ, ഒറ്റയ്ക്കാന്ന് മാത്രം. പിന്നെ ഇതുപോലത്തെ കുറേ സ്റ്റിക്കേഴ്സും സ്റ്റാർസും ഒക്കെ ഉണ്ട്. പിന്നെ ഒരു ബെൽസിൻ്റെ കുട്ടി കുട്ടി ബെൽസിൻ്റെ സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഇത്രയൊക്കെയാണ് ഈ റൗണ്ടിലെ ഐറ്റംസ്. അപ്പം നമുക്ക് നക്കിടാം. അയ്യോ, നമുക്ക് തുറന്ന് നോക്കാം. ഗ്രൂപ്പ് 2 എനിക്ക് ഗ്രൂപ്പ് 1 ആണ് കിട്ടിയത്. ഇപ്പൊ 3 ബെല്ലാണ് കിട്ടണ റൗണ്ടാണൊന്നും കിട്ടണില്ല കേട്ടോ. അല്ല, എനിക്ക് ആഗ്രഹിക്കുന്ന റൗണ്ടാണ്. എനിക്കൊരു ബെല്ലിന്റെ ആവശ്യം എന്താണെന്ന് ഇപ്പൊ 3 ബെല്ലായതാ പ്രശ്നമായത്. പക്ഷെ എനിക്ക് ക്യൂട്ടായിട്ടുള്ള ക്രിസ്മസ് പപ്പേനെ കിട്ടിയിട്ടുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സാന്റാക്ലോസ് ആണുള്ളത് അതിൽ. അപ്പം ഞാൻ ഈ ഗ്രൂപ്പ് 2-ലത്തെ എല്ലാ സാധനങ്ങളും എടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇവിടത്തേക്ക് ഞാനിതൊരു ഫ്ലവർ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ ഞാൻ പശ തേച്ചിട്ട് ഇങ്ങനെ നമ്മൾ പേപ്പർ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചതാണ് കേട്ടോ. ഇനി ഞാൻ ഇപ്പോഴത്തേൽ നമുക്ക് ഈ ബോൾസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇങ്ങനെ പശ തേച്ചുകൊണ്ടിരിക്കുകയാണ്. ബിയിലോട്ട് കടന്നു. അപ്പോൾ ഇവിടെ ആകെ കട്ടക്കൂട്ടാവെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ലോക്ക് പോലെ തുറക്കാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു കുറച്ചിട്ട് ബാലൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനിതൊക്കെ സെറ്റ് ചെയ്തത്. ഞാൻ ആദ്യം ഇവിടെ മറ്റേ പശ ഇങ്ങനത്തെ ഒരു വൈറ്റ് ഉണ്ടായിരുന്നു കേട്ടോ, പശ പോലത്തെ സാധനം. അത് ഞാൻ ഇങ്ങനെ മുത്തായിട്ട് ഇങ്ങനെ വെച്ചപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ അത് ഉണങ്ങാണ്ട് കുറേ നേരം എടുക്കണം. അപ്പോഴാണ് എനിക്കൊരു ഐഡിയ തോന്നിയത്. ഇങ്ങനെ പേപ്പർ ഇതാക്കിയിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞ സ്ക്വയർ ആണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞ വട്ടാണെന്ന് കുഞ്ഞ സ്ക്വയർ കട്ട് ചെയ്തിട്ട് 4 മൂല ഇങ്ങനെ വെട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഷേപ്പ് കിട്ടും കേട്ടോ. വലുത് വേണമെങ്കിൽ അനുസരിച്ചിട്ടുള്ള സ്ക്വയറാ എന്തെങ്കിലുമൊക്കെ വെട്ടാം. അപ്പോൾ 3rd റൗണ്ട് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഈ ഡെക്കറേഷൻസും ഇതൊക്കെ വന്നത്. അപ്പോൾ ഇനി ഒരു റൗണ്ടും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് ആ റൗണ്ട് തുടങ്ങാം. ഈ റൗണ്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ഈ 3 ഡെക്കറേഷൻസാണ് ബാക്കി വന്നത്. അപ്പോൾ നമുക്ക് അടുത്ത റൗണ്ടിൽ പോവാം. അപ്പോൾ അടുത്ത റൗണ്ടിൽ, അതായത് 4th റൗണ്ടിൽ നമ്മുടെ മുൻപിലുള്ള സാധനങ്ങളൊക്കെ ഐറ്റംസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനത്തെ ഒരു വാഷിംഗ് ടേപ്പ് ഉണ്ട്, പിന്നെ ഇങ്ങനത്തെ ഒരു ഡിസൈൻസ് ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ നമ്മുടെ മുന്നിൽ ഇത്ര ഐറ്റംസാണ് കേട്ടോ ഉള്ളത്. ഗ്രൂപ്പ് 2-ലും നമുക്ക് ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലോട്ട് ഇട്ടിട്ട് ഏതാ കിട്ടണേന്ന് നോക്കാം. പിന്നെ ഇത്തവണത്തെ റൗണ്ടിലൊരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ 2 ഗ്രൂപ്പിലും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള 2 റെയിൻഡിയേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് കിട്ടി കഴിയുമ്പോൾ നമ്മൾ കളർ കൊടുക്കണം, എന്നിട്ട് വേണം ഇത് ഒട്ടിക്കാനായിട്ട്.
അപ്പൊ നമുക്ക് അടുത്ത ലോട്ട് എടുക്കാം കേട്ടോ. അതിൽ 2 കിട്ടിയാൽ മതിയായിരുന്നു. എനിക്ക് 2 മാത്രം കിട്ടി. ഞാൻ ആ ബെല്ലിന് വേണ്ടി എന്തായാലും കാത്തിരുന്നേന്ന് അറിയാം. അപ്പൊ 2 കിട്ടി. എനിക്ക് കിട്ടിയത് 1 ആണ്. എനിക്ക് നല്ല സന്തോഷമായിട്ടാണ്. നമുക്കപ്പോ ഗ്രൂപ്പ് 2ലുള്ള സാധനങ്ങൾ എടുക്കാം. എനിക്ക് ആദ്യമായിട്ടാണ് ആഗ്രഹിച്ചത് കിട്ടിയത്. അപ്പൊ നമുക്ക് എടുക്കാം. അപ്പൊ നമ്മുടെ കളർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങളിത് വെട്ടിയെടുക്കാണ്. ഞാനപ്പോൾ ഒരു ഓറഞ്ച് കളറാണ് ഈ ഒരു റെയിൻഡിയറിന് കൊടുത്തിരിക്കണേ. അപ്പോൾ ഞാനത് വെട്ടിയിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു രണ്ടിൻ്റെ കഴുത്തിലുള്ള ഈ ഒരു വള്ളിക്ക് ബ്ലൂ കളറാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. എനിക്കിവിടെ സാധനങ്ങൾ ഭയങ്കര കൂടുതലാണ്, എന്നാൽ സ്പേസ് ഭയങ്കര കുറവാണ്. അതുകൊണ്ട് ഞാൻ പുതിയൊരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് 2 ഡോറ് പോലെ ആക്കാനാണ് ഞാൻ വിചാരിച്ചിരിക്കണേ. ഞാനിവിടെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ബൊക്ക പോലെ കൊടുത്തിട്ട് എനിക്ക് അതാണ് ഇനി തോന്നുന്നത്. ഇങ്ങനെ ഞാനത് ചെയ്ത് ഒട്ടിക്കണമല്ലോ. ഞാനിന്ന് വിളിച്ച് നോക്കിയതാണ് അടിയിൽ മാത്രം ഒട്ടിച്ചിട്ട്. പിന്നെ നമുക്കിത് ഇങ്ങനെയും കൂടി ഇങ്ങനെ ഒട്ടിക്കാനുണ്ട്. ഇത് നമ്മുടെ ലാസ്റ്റ് റൗണ്ടാണ്. അപ്പോൾ ഈ ലാസ്റ്റ് റൗണ്ടിൽ ഡെക്കറേഷൻ ചെയ്യാനായിട്ടുള്ള ഐറ്റംസ് ഒക്കെ നല്ല സ്പോഞ്ച് പോലത്തെ നല്ല ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ആണ് ഈ ഒരു റൗണ്ടിൽ വെച്ചേക്കണം. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. എനിക്ക് റൗണ്ട് 1 എനിക്ക് റൗണ്ട് 2 ആണ് കിട്ടിയത്. റൗണ്ട് 1 ആയിരുന്നു ആവശ്യമായിട്ടുള്ളത്, പക്ഷെ 2 ആണ് കിട്ടിയത്. എനിക്ക് 2 ആയിരുന്നു ആവശ്യമുള്ളത്. ഇപ്പൊ 1 ആണ് കിട്ടിയത്. എന്റെ ദൈവമേ, നമുക്ക് നോക്കി നോക്കാം ഇനി. അപ്പൊ ഞാനിവിടെ ഒരു ട്രീ ആണ് ഒട്ടിക്കാൻ പോകുന്നത്. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ആരുടെ ഭംഗി എന്നുള്ളത് നിങ്ങൾ വേണം കമന്റ് അടിക്കാനായിട്ട്. റെഡ് ട്രീ ആണ് നമ്മുടെ കേട്ടോ. കളറടിച്ച് കൊളാക്കണില്ല, ചിലപ്പോൾ കൊള്ളാകുന്നുണ്ട്. എനിക്ക് ഈ കിട്ടിയേക്കണ ട്രീയുടെ ഷേപ്പ് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് കേട്ടോ നോക്കണത്. ഞാനിവിടെ വാഷി ടേപ്പ് 4ആയിട്ട് മുറിച്ചിട്ട് വന്നിട്ട് ഈ ഡോർസും ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു അതിനെ ക്രിസ്മസ് ട്രീയുടെ ഷേപ്പിലാക്കാണ്. എന്നിട്ട് ഈ ഒരു ഡോർമ ഒട്ടിക്കാനാണ് പോകുന്നത്. നമ്മൾ ഈ ഒരു അടിയിലെ ഭാഗത്തായിട്ടാണ് ഒട്ടിച്ചു വെക്കുന്നത് നമ്മുടെ ക്രിസ്മസ് ട്രീ. എനിക്കപ്പോൾ 2 കളർ സർക്കിൾസാണ് കിട്ടിയിരിക്കണേ. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തുള്ള കൺഫ്യൂഷനിലാണ്. അപ്പോൾ ഞാനിവിടെ ഹാഫായിട്ട് കട്ട് ചെയ്തിട്ട് ഈ ഡോർമ ഒട്ടിക്കാനാണ് വിചാരിക്കുന്നത്. അപ്പൊ നമ്മുടെ ചലഞ്ചൊക്കെ അവസാനിച്ചിട്ടുണ്ട്. ഓരോരുത്തരുടെ നമ്മുടെ ഇതുകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പൊ നമ്മുടെ ഫ്രണ്ട് പേജിൽ ഞാൻ ചെയ്തത് ഇങ്ങനത്തെ ഒരു വാഷിംഗ് ടേപ്പ് ഞാൻ ഇങ്ങനെ വി പോലെ ഒട്ടിച്ച്, പിന്നെ ഇവിടെ സ്റ്റാർ ഒട്ടിച്ച്, പിന്നെ ഇങ്ങനത്തെ ഒരു ബെല്ലിൻ്റെ ഒരു തൊട്ട് വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്, പിന്നെ ഇങ്ങനത്തെ വലിയൊരു ബെല്ല് ഒട്ടിച്ചിട്ടുണ്ട്, പിന്നെ ഒരു ഹാർട്ട് ഷേപ്പുള്ള സ്പോഞ്ചും ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്, പിന്നെ ഗിഫ്റ്റ് ബോക്സസ്, സ്നോമാൻ, പിന്നെ ഒരു വീട്, പിന്നെ ഇവിടെ കാണിച്ച പോലത്തെ തന്നെ ഇവിടെയും ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ ഗിഫ്റ്റ് ബോക്സസ്, പിന്നെ ഇവിടെ ഒരു ചില്ല, പിന്നെ ഒരു ക്രിസ്മസ് ട്രീ.
ഇവിടെ ഒരു സാന്റനെ വെച്ചിട്ടുണ്ട്, പിന്നെ ഇവിടെ ഒരു വാഷിംഗ് ടേപ്പ്, പിന്നെ ഇവിടെ മേരി ക്രിസ്മസിന് എഴുതിയിട്ടുണ്ട്. ഇവിടെയും ഒരു വാഷിംഗ് ടേപ്പ് ഉണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനത്തെ ഒരു ബെൽസും സ്റ്റാർസും ഒക്കെ ആയിട്ടുള്ളൊരു ഇതിങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനത്തെ 2 സ്പോഞ്ച് ഇങ്ങനെ ഡിസൈൻ പോലെ വെച്ചു. പിന്നെ ഡിയറിനെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇഗ്ലു, പിന്നെ ട്രീ, ഗിഫ്റ്റ് ബോക്സസ്, സ്നോമാൻ, കേക്ക്, പിന്നെ ഇങ്ങനത്തെ കുറച്ച് ലീവ്സും കാര്യങ്ങളും, ബെൽസ്, പിന്നെ ഇവിടെ ബട്ടർഫ്ലൈ, പിന്നെ ഇവിടെ ബനാന, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ബോ പോലെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ എനിക്ക് സ്ഥലം തികയാൻ വന്നപ്പോൾ ഇതുപോലെ ഡോറൊക്കെ വെച്ചിട്ടാണ് സെറ്റാക്കിയത്. അപ്പോൾ ഇവിടെ സ്പോഞ്ച് സർക്കിൾസൊക്കെ ഹാഫാക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ വാഷി ടൈപ്പൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇതുപോലത്തെ ഒരു ട്രീ ഒക്കെ വെട്ടി ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്തിരിക്കണേ. പിന്നെ ഇവിടെ ഗിഫ്റ്റ് ബോക്സും ഇതൊക്കെ വരച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു ഇങ്ങനെ ലോക്ക് എടുത്ത് തുറക്കണ പോലെയാണ് സെറ്റാക്കിയിരിക്കണേ. പിന്നെ ഇവിടെ വേറൊരു സൂത്രം കൂടി ഉണ്ട്. ഇതുപോലെ ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ എന്നിങ്ങനെ എഴുതിയിട്ടൊരു സ്ലിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണത് സെറ്റ് ചെയ്തത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം. അപ്പോൾ ഇവിടെ സ്റ്റാർസും ഈ ബോൾസൊക്കെ തൂങ്ങി കിടക്കണ പോലെയാണ് സെറ്റ് ചെയ്തിരിക്കണേ. പിന്നെ ഇവിടെ സാന്റാക്ലോസ് ഗിഫ്റ്റൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ ഇഗ്ലൂൻ്റെ അടുത്ത് ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കാൻ പോണ പോലെയാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കണേ. പിന്നെ ഇവിടെ റെയിൻഡിയർ അടുത്ത് ക്രിസ്മസ് നമ്മുടെ ഇഗ്ലൂനെയും ഈ സാന്റാക്ലോസിനെയും നോക്കി നിൽക്കണ പോലെയാണ് സെറ്റ് ചെയ്തിരിക്കണേ. പിന്നെ ഇവിടെ ഒരു വലിയ സ്നോമാൻ ഉണ്ട്. പിന്നെ ക്രിസ്മസ് അപ്പൂപ്പൻ്റെയും കുഞ്ഞൊരു സ്നോമാൻ്റെ അടുത്ത് ഞാൻ കേക്കൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ മുകളിൽ ഈ സ്നോ മാത്രമാകുമ്പോൾ ഭംഗി ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് കുറച്ച് ചില്ലകളും പിന്നെ ഹോളി ലീവ്സൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ 2 സൈഡിലും ബെല്ലൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഇന്നത്തെ ചാലഞ്ച് ഇത്രയുള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിൽ ഏതാ ഏറ്റവും കൂടുതൽ നല്ലതെന്നുള്ളത് നിങ്ങളാണ് കേട്ടോ കമൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ടാറ്റാ.